ലോണ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കബഡി. ലോണ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കബഡി. ചരിത്ര പ്രസിദ്ധമായ ജൂതത്തെരുവ് കേരളത്തിൽ എവിടെയാണ്? ഉത്തരം മട്ടാഞ്ചേരി. ചരിത്ര പ്രസിദ്ധമായ ജൂതത്തെരുവ് കേരളത്തിൽ എവിടെയാണ്? ഉത്തരം മട്ടാഞ്ചേരി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ ടീം ഏതാണ്? ഉത്തരം മഹാരാഷ്ട്ര. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമേത്? ഉത്തരം മഹാരാഷ്ട്ര. ഏതു രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ഇഗ്ല-എസ് വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്വന്തമാക്കിയത്? ഉത്തരം റഷ്യ. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഇഗ്ല-എസ് വ്യോമ പ്രതിരോധ മിസൈലുകൾ സ്വന്തമാക്കിയത്? ഉത്തരം റഷ്യ. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമേത്? ഉത്തരം കവച്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ഏതാണ്? ഉത്തരം കവച്. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതാര്? ഉത്തരം ബംഗാൾ. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയതാര്? ഉത്തരം ബംഗാൾ. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയതാര്? ഉത്തരം എം മുകുന്ദൻ. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയതാര്? ഉത്തരം എം മുകുന്ദൻ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമേത്? ഉത്തരം കേരളം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമേത്? ഉത്തരം കേരളം. മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷന് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ് നൽകിയത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷന് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ് നൽകിയത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. റോഡപകടങ്ങൾ തടയാൻ നോ ഹെൽമെറ്റ് നോ ഫ്യുവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമേത്? ഉത്തരം ഉത്തർപ്രദേശ്. റോഡപകടങ്ങൾ തടയാൻ നോ ഹെൽമെറ്റ് നോ ഫ്യുവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാനമേത്? ഉത്തരം ഉത്തർപ്രദേശ്. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനമെത്ര? ഉത്തരം 5. 2024 ലോക വായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനമെത്ര? ഉത്തരം 5ാം സ്ഥാനം.